സു ഫ്രം സോ അതായത് നമ്മുടെ രാജ് ബി ഷെട്ടിയൊക്കെ അഭിനയിച്ചിട്ടുള്ള പുതിയ പടം. അതൊരു കന്നഡ പടമാണ്. വേഫർ ഫിലിംസ് ആണ് അത് കേരളത്തിൽ റിലീസ് ചെയ്തേക്കുന്നത്, ഡബ് ചെയ്തിട്ട്. ഈ ഒരു പടം നിങ്ങളെല്ലാവരും ചിലപ്പം പല റിവ്യൂസും കണ്ടിട്ടുണ്ടാവും, നല്ല കോമഡി, നല്ല സിനിമയാണെന്നുള്ളത്. ആഹ് ശരിയാണ്, പടം അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉള്ള നല്ല രസമുള്ള ഒരു പടം തന്നെയാണ്. പക്ഷെ ഈ പടം കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് ഒരു 2005, 6 ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള എൻ്റെ നാട് ഏകദേശം എങ്ങനെയായിരുന്നോ, അന്നത്തെ കടകള്, വീടുകള്, ആൾക്കാര്, ഇതൊക്കെ എങ്ങനെയായിരുന്നോ അതേ സാധനം ഈ സിനിമക്കകത്ത് കാണാൻ പറ്റി എന്നുള്ളതാണ്. അതായത് ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടും പ്രദേശവും ആ നാട്ടും പ്രദേശത്തുള്ള ആൾക്കാരുടെ ഒരു ഒരുമയും കൂട്ടായ്മയും ഇതെല്ലാം ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റി എന്നുള്ളതാണ് ഈ സിനിമ കണ്ടപ്പോൾ ത്രൂ ഔട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സിനിമ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു, എന്താ പറയാ, ഒരു ഫീൽ ഗുഡ് എന്നും പറയാൻ പറ്റില്ല, സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് കുറച്ചു നേരം ഇരുന്ന് ചിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സിനിമ. കുറേ ലോജിക്കോ കുറേ കൺഫ്യൂഷൻസോ ഒന്നും ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യത്തില്ല. കാരണം വളരെ സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ സിനിമയിലുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. ഇപ്പോൾ ചില ഹൊറർ ടൈപ്പ് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ലോജിക്കിനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നോളജിന്റെ അപ്പുറത്ത് നിൽക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു കൺവിൻസ്ഡ് ആവാൻ കുറച്ച് പാടാണ്. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അപ്പം നമുക്കത് അറിയുകയും ചെയ്യാം. എന്നാൽ ആ സ്ക്രീനുള്ള ആളുകൾക്ക് അതൊട്ട് അറിയത്തൂല. അപ്പൊ അവിടെ സംഭവിക്കുന്ന ഒരു കോമഡി ഉണ്ടല്ലോ, ആ കോമഡിയാണ് ഈ സിനിമയിൽ ത്രൂ ഔട്ട് പോയേക്കുന്നത്. റിയാലിറ്റി എന്താണെന്നുള്ളത് പ്രേക്ഷകൻ അറിയും, പക്ഷെ സിനിമക്കകത്തുള്ള ആൾക്കാർക്ക് എന്താണ് റിയാലിറ്റി എന്ന് അറിയത്തൂല. അപ്പൊ ഉണ്ടാവുന്ന ആ ഒരു ഫ്രിക്ഷനും അപ്പൊ ഉണ്ടാവുന്ന സിറ്റുവേഷണൽ കോമഡിയാണ് മെയിൻ ആയിട്ട് ഈ പടത്തിലുള്ളത്. സിറ്റുവേഷണൽ കോമഡിയാണ്, ആ സാഹചര്യത്തിൽ നടക്കുന്ന ടൈപ്പ് സാധനങ്ങൾ. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് ശരിക്കും ഈ സു ഫ്രം സോ എന്ന് പറയുന്ന സിനിമ. പിന്നെ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പൊ പഴയ ദിലീപിന്റെ സിനിമ, അല്ലെങ്കിൽ ഇന്നസെന്റ്, ജഗതി, ഇവരെയൊക്കെയുള്ള സിനിമകൾ കാണുന്ന സമയത്ത് അവരുടെ ആക്ഷൻസ്, അവർ എക്സ്ട്രാ ഇടുന്ന ചില സാധനങ്ങളൊക്കെ നമ്മൾ പിന്നീട് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അത് നോക്കി ചിരിക്കുകയും ചെയ്യുന്ന കുറേ സീനുകളുണ്ട്. ഇപ്പൊ അടുത്ത് ഞാൻ കണ്ട ഒരു സീനാണ് ഇതുപോലെ. ഇപ്പൊ ഈ നമ്മുടെ പഞ്ചാബി ഹൗസിനകത്ത് ഇവര് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുമല്ലോ. അതായത് എന്താണ് സൗണ്ടിക്ക് സൈഡ് വലിവ് എന്ന് പറഞ്ഞിട്ട് ചായ അടിക്കുന്ന സമയത്ത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, കൊച്ചിൻ ഹനീഫ് ഒരു സമൂസ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പോക്കറ്റിലിടുന്ന ഒരു അടിച്ചു മാറ്റുന്ന സീനുണ്ട്. അങ്ങനത്തെ കുറെ സാധനങ്ങൾ, അതൊക്കെ പിന്നീട് നമ്മൾ ഒരുപാട് കാണുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതൊന്നും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് ഈ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ കുറേ ക്യാരക്ടറുകൾ ഈ സിനിമക്കകത്തുണ്ട്. പ്രത്യേകിച്ച് ഇവര് നാട്ടുപ്രദേശത്തുള്ള ആളുകളാണെങ്കിൽ തന്നെ അവിടുത്തെ കല്യാണം, അവിടെ ഉണ്ടാവുന്ന വെള്ളമടി പാർട്ടി, വെള്ളം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആവുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അത് അതിന്റെയൊക്കെ ഒരു എക്സ്ട്രീം ലെവൽ, അല്ലെങ്കിൽ അതിനെയൊക്കെ നമുക്ക് വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണിത്. ഇപ്പൊ ഇതിൽ പല ക്യാരക്ടേഴ്സ് നിങ്ങളിപ്പോ ഗാന്ധാരൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരായിരിക്കും ഇവരൊക്കെ. പക്ഷെ ഇവരൊക്കെ നമുക്ക് എവിടേക്കോ ഫെമിലിയർ ആണ് ഈ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഈ കഥ, എന്താ പറയാ, നടന്മാരെല്ലാരും. അപ്പൊ അങ്ങനത്തെ നമ്മുടെ മലയാള സിനിമയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുറെ നടന്മാരുണ്ടല്ലോ. അവര് ചെയ്തു വെച്ചിരുന്ന ചില സാധനങ്ങളും അവരുണ്ടാവുന്ന കോമഡി സിനിമകളിൽ ഉണ്ടായിരുന്ന ചില സിറ്റുവേഷൻസും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എൻജോയ് ചെയ്തിരുന്നത്. ആ ടൈപ്പ് സാധനം ഈ പടത്തിനകത്ത് നമുക്ക് കാണാന്നുള്ളതാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു സിനിമ കാണുന്ന സമയത്ത്. നമുക്കത് ചില സ്ഥലങ്ങളിലൊക്കെ ജഗതിയൊക്കെ ചെയ്തിരുന്ന ചില സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര റിസംബ്ലൻസ് തോന്നും ഈ ഒരു സിനിമ കാണുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു മൊത്തത്തില് നല്ല രസമുള്ള കുറെ സ്ഥലങ്ങളും അവിടെയുള്ള കുറെ ക്യാരക്ടേഴ്സും അവർക്കിടയിൽ നടക്കുന്ന ചില എന്താ പറയാ സൂപ്പർ നാച്ചുറൽ സാധനങ്ങളും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് നന്നായിട്ട് ചിരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സിനിമയാണ് ഈ സു ഫ്രം സോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കന്നഡ സിനിമ മലയാളത്തിലേക്ക് ഡബ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ പുഷ്പയൊക്കെ ഡബ് ചെയ്ത സമയത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ നമുക്ക്. അതായത് ഈ രശ്മികയുടെ ഒക്കെ ചില ഡയലോഗ്സ് ഒക്കെ വളരെ ഇമോഷണൽ സാധനങ്ങളൊക്കെ സ്ക്രീനിൽ വരുന്ന സമയത്ത് ആളുകൾ അവിടെ ഇരുന്ന് കൂവായിരുന്നല്ലേ. ആ ടൈപ്പ് സാധനം ഇതിനകത്തില്ല. ഡബ് ചെയ്ത ആൾക്കാര് ഡബ് ചെയ്തതും
ഡയലോഗ്സ് മലയാളത്തിലേക്ക് മാറ്റിയതും അറിയാവുന്ന ഒരുത്തനാണ് ചെയ്തേക്കുന്നതെന്നുള്ളത് നമുക്ക് കറക്റ്റ് ഈ സാധനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഈ സിനിമക്കകത്ത് തോന്നൂല എന്നുള്ളതാണ്. ഇപ്പൊ രാജ് ബി ഷെട്ടിയുടെ ഒക്കെ സൗണ്ട് രാജ് ബി ഷെട്ടി തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഏരിയകളിലൊക്കെ വളരെ ശ്രദ്ധിച്ച് എന്താ പറയാ, മലയാളത്തിൽ ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഡബ് ചെയ്ത സിനിമകൾക്ക് വന്നിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം പരിഹരിച്ചിട്ടുള്ള, നമുക്ക് ഒരിക്കലും ഇതൊരു കുറച്ചും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊരു മലയാള സിനിമയായിട്ട് തന്നെ ഫീൽ ചെയ്യും. അങ്ങനത്തെ ഡയലോഗ്സും അങ്ങനെ ഡബ് ചെയ്തേക്കുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് സു ഫ്രം സോ എന്ന് പറയുന്നത്.